ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ അബുദാബിയിലുള്ള ഖലീഫ പാർക്കിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഖലീഫ പാർക്ക് ഏകദേശം 2007 അതിനകത്തൊരു മ്യൂസിയം ആ ഖലീഫ പാർക്ക് സ്ഥാപിച്ചത്. അതിനകത്തൊരു മ്യൂസിയം ഉണ്ട്. അത് പണ്ട്, അതായത് അബുദാബി എങ്ങനെ ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്ന് ആധുനിക നഗരമായി മാറി എന്ന കഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ്. അവിടെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പഴയ അബുദാബിയുടെ ഒരു ജീവിതമാണ്. അതായത് മരുഭൂമി ജീവിതം, പിന്നെ അവരുടെ ബെഡുയിൻ സംസ്കാരം, അതാണ് അവർ പറയുന്നത്. അതിൽ പേൾ ഡൈവിങ് ഹിസ്റ്ററി, പിന്നെ ഓയിൽ ഡിസ്കവറി, പിന്നെ മോഡേൺ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് അതിന് പറയുന്നത്. ആ മ്യൂസിയത്തിനുള്ളിൽ ഒരു മിനി തിയേറ്റർ പോലുണ്ട്. ഇവിടെ അബുദാബിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. പഴയ ജീവിത രീതികളൊക്കെ ഒരു 3D മോഡലിലൊക്കെ കാണാൻ സാധിക്കും. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ലേണിംഗ് സ്പോട്ടും കൂടാണ്. UAEയുടെ ഹിസ്റ്ററി സിമ്പിളായി മനസ്സിലാക്കാൻ ഒരു ബെസ്റ്റ് പ്ലേസും. പ്രധാനമായിട്ടും വെച്ചാൽ അബുദാബി ഒരു മോഡേൺ ഗ്രോത്തും 1960കളിൽ ഓയിൽ കണ്ടെത്തിയതിന് ശേഷമാണത് അബുദാബിയുടെ ആ ഗ്രോത്ത് വേഗത്തിലാകുന്നത്. ഇത് ആ ഒരു ഖലീഫ പാർക്കിനുള്ളിലെ കാഴ്ചകളാണ്. അവരുടെ ജീവിത രീതികളൊക്കെ കാണിക്കുന്ന ഒരു കാഴ്ചകളാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വേറൊരെണ്ണം സിമിലർ ആയിട്ടുള്ളൊരു മ്യൂസിയം എന്ന് പറയുന്നത് ഇവിടുത്തെ ലുവർ മ്യൂസിയം അബുദാബി എന്നും പറയുന്നുണ്ട്. അത് ഇത്തിരി ടിക്കറ്റ് ചാർജ് ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ പാർക്കിലാണെങ്കിൽ 2 ദിർഹംസേ ഉള്ളൂ എൻട്രി ഫീ. അതിനുള്ളൊരു ചെറിയ ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 3 ദിർഹംസാണ് ആ ട്രെയിനിൻ്റെ ടിക്കറ്റ്. പിന്നെ ഈ മ്യൂസിയത്തിനകത്ത് കയറാൻ വേണ്ടി 5 ദിർഹംസാണ് ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. 5 ദിർഹം. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഒരാൾക്കൊരു 7 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കണം. അതായത് എൻട്രി ഫീ 2ഉം മ്യൂസിയത്തിനകത്ത് കയറാനൊരു 5 ദിർഹംസും കൂടെ, അങ്ങനെ ഒരു 7 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുത്ത, സത്യം പറഞ്ഞാൽ അതിനകത്തെ ഒരു ആദ്യത്തിൽ കണ്ടില്ലേ, ഒരു ചെറിയ ഒരു ഹാങ്ങിങ് ഒരു ഇതുപോലെ ട്രെയിനിനകത്ത് പോലെ ഒരു ഇത്, നമുക്ക് 5 പേർക്ക് 4 പേർക്ക് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത്. ഞങ്ങൾ 5 പേര് ആയിരുന്നു അതിനകത്ത് ഇരുന്നത്. അതിനകത്തിങ്ങനെ കറങ്ങിപ്പോയി നമുക്കൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അതിനുള്ളിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അബുദാബിയുടെ ആ ഒരു ഹിസ്റ്ററി അതിനകത്ത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ, ഇപ്പം വെക്കേഷൻ സമയം തന്നെ വേണമെന്നില്ല, ഒരു വീക്കെൻഡ് ആണെങ്കിലും കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് വന്ന്, എത്ര ഏക്കറാണ് ആ ഒരു പാർക്കെന്ന് എനിക്കറിയില്ല. വലിയൊരു പാർക്കാണ്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ആക്കി എടുത്തിട്ട് പോയിട്ട് ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താനുള്ള, ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്താനുള്ളൊരു നല്ലൊരു സ്പേസ് ഉണ്ട് അതിനുള്ളിൽ. അവിടെ പോയി നമുക്ക് കുറച്ച് സമയം ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത്, പിന്നെ ആ ഒരു ട്രെയിനിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അതിലൊക്കെ കയറി പിന്നെ ഈ മ്യൂസിയത്തിനകത്തൊക്കെ കയറി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അബുദാബിയിൽ അല്ലെങ്കിൽ UAEയിലുള്ളവർ എന്തായാലും ഒന്ന് പോയി കാണേണ്ടതാണ്. ചെറിയ പൈസയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ്. ഞാനതിനകത്ത് വീഡിയോ ചെറിയ ഷോർട്ട്സൊക്കെ കുറച്ചൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണുകയും അതിനൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് തുടർച്ചയായിട്ട് എനിക്കത് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാം ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ വീഡിയോ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം കാണാം, എല്ലാവരും തീർച്ചയായും എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് തുടർച്ച നിങ്ങളത് കണ്ടോളൂ. ഓക്കെ, താങ്ക് യു. ഇതിനുള്ളിലൊരു ചെറിയ അക്വേറിയം കൂടെ ഉണ്ട് കേട്ടോ. ഇത് ആ താഴേന്ന് അതിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മീനുകൾ അങ്ങനൊന്നുമില്ല, എങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു നല്ലൊരു അക്വേറിയം ഒക്കെ ഉണ്ട്. അക്വേറിയത്തിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്ടായിട്ട് ഞാൻ ഇടാമതില്ല, അത് മാത്രമായിട്ട് ഞാൻ വീഡിയോ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ഒന്ന് പോയി കാണണം.